ആ ഹലോ, ആ മനോരമയാണ്. ആരാണ്? മഞ്ഞൊരുക്കം കാലത്തിൽ മഞ്ഞപ്പുള്ള ഒരുക്കി തീരാന്നോ? അയ്യോ എൻ്റെ മോനെ, കർക്കിട മാസമല്ലടാ, അപ്പോൾ ഒരുക്കി തീരണം വലിയ പ്രയാസ. അനക്ക് അത്ര വിഷമം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, കുറച്ച് വിറകായിട്ട് നമുക്ക് ഇവിടെ കൂട്ടിയിട്ടിട്ടേ തീ കൂട്ടിയിട്ടാണ്ട് മഞ്ഞാണ്ട് ഒരുക്കുക വെച്ചിട്ട് പോചങ്ങായി അവിടുന്ന്. മനുഷ്യനിവിടെ എങ്ങനെയാ അത് ഉഗ്രഉജ്ജ്വലത്തിൻ്റെ സീസൺ 3 കൊണ്ടെടുക്കാന്ന് ആലോചിക്കുമ്പോൾ ഓന് മഞ്ഞൊരുങ്ങും കാലത്തിൽ മഞ്ഞൊരുക്കായി. നമസ്കാരം. അത് പറയാനായി നേരം വെളുക്കുമ്പോൾ ഇങ്ങോട്ട് എട്ടിയെടുത്ത് അല്ല രാവിലെ തന്നെ നമസ്കാരം പറയാൻ വിചാരിച്ചാ. അത് എൻ്റെ അടുത്ത് ആവശ്യത്തിനുണ്ട്, വേണം ഈ കൊണ്ടുപോയിക്കാൻ കഴിയേ? അല്ല അതല്ല ഇവിടെ അല്ലേ ഉഗ്രോജ്വലത്തിന്റെ പരിപാടി. അത് ശരി, അതൊന്നും അറിയാണ്ട് ഇങ്ങോട്ട് പോന്നിക്കുക. ഞാൻ പിന്നെ എന്താ ഇവിടെ തെങ്ങുമ്മ കയറണ പഠിപ്പിക്കാൻ നിൽക്കുക? അല്ല ഇവിടെ തന്നെയാണല്ലോ, ഞാനാണ് അതിൻ്റെ ആള്. നിങ്ങൾ അതിന്റെ ആളില്ലേ? നിങ്ങൾ പേരെന്താ? എൻ്റെ പേര് മനോഹരം മനോരമ. അല്ല നിങ്ങൾ ജനിക്കുന്നതിനെ പെട്ട പേരാത്? എനിക്ക് ട്രൗസർ അടിക്കാൻ വന്ന അതല്ല, ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി. പിന്നെ അതാണ്ട് പറഞ്ഞാ പോരെ. എത്ര മണിക്കാണ്ട് എന്നോട് വരാൻ പറഞ്ഞത്? 10 മണിക്ക്. ഇപ്പൊ സമയത്രേ? 8:30. എന്തിനാണ് ചങ്ങയ്യ നേരം പൊലച്ചക്ക് ഇങ്ങോട്ട് കയറി വന്ന്? ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ നേരത്തെ കാലത്തൊക്കെ വരില്ല? അതിനൊക്കെ അതിന്റെ സമയത്തിന് വന്നാ പോരെ? അല്ലൊരു ഇംപ്രഷൻ ഉണ്ടായിക്കോട്ടെ. എന്ത് ഇംപ്രഷൻ? ഉള്ള ഇംപ്രഷൻ പോവാല്ലാണ്ട്. അല്ല എനക്കറിയാലോ, ഈ ഉഗ്രോജ്വലം എന്ന് പറഞ്ഞ നമ്മളെ പരിപാടി സീസൺ 1 സീസൺ 2 ഗംഭീരമായിട്ട് മുന്നോട്ട് പോയ സാധനങ്ങളാണ്. അതായത് നെഞ്ഞത്തൂടെ ലോറി കയറ്റി ഇറക്കുക, മനസ്സിലായില്ലേ? ഓരോ വെറൈറ്റി ഉണ്ടായിരുന്നു. അപ്പൊ അടുത്ത സീസൺ എന്ന് പറഞ്ഞപ്പോ ചാനൽ ഇന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ചെയ്യാൻ വേണ്ടിട്ട്. ഗംഭീരായിരിക്കണം, ഭയങ്കര വെറൈറ്റി ആയിരിക്കണം. ഈ എന്ത് വെറൈറ്റിയാ ചെയ്യാം? വെറൈറ്റി ആയിട്ട് ഒരുപാട് സംഘങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാ ചെയ്യാം? വെറൈറ്റി ആയിട്ട് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം പറഞ്ഞാൽ, ഭാര്യ എന്നോട് കച്ചറ കൂടി ഇങ്ങോട്ട് വരുമ്പോ എന്റെ അടുത്തേക്ക് വരുമ്പോ ഞാൻ പപ്പടക്കോല എടുത്ത് കണ്ണു കുത്തുക. ഭയങ്കര വെറൈറ്റി. വീട്ടിലുള്ള ഭക്ഷണമൊക്കെ എടുത്തിട്ട് കിണറ്റ് കൊണ്ടുതരാ. പിന്നെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ബൈക്കിന്റെ മുകളിൽ കയറ്റും, എന്നിട്ട് പാലത്തിന്റെ മുകളിൽ എടുത്തിട്ട് വെള്ളത്തിലേക്ക് ചാടുക. അത് ശരി, ഇപ്പോഴും ചെയ്യണ്ടേ? ഇപ്പൊ ചെയ്യല്ല, അച്ഛൻ മരിച്ചതിന് ശേഷം ചെയ്യല്ല. ആ ശരി. അപ്പൊ ഇമ്മാരി വെറൈറ്റി ആയിട്ട് ഈ ഇങ്ങോട്ടല്ല വരണ്ട്. കോഴിക്കോട് കുതിരവട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടുത്തെ ഏതെങ്കിലും ഒരു സെല്ലിന്റെ മൂലയിൽ എനിക്കൊരു ചാൻസ് കിട്ടുമോ നോക്ക്. എന്തും വെറൈറ്റി ഉണ്ട്. ഇതൊക്കെ ആയിട്ടാ ചാനലിലേക്ക് വരുന്നത്. അത്രയും വെറൈറ്റി വേണമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പറയാൻ അതെല്ലാം ആൾക്കാർ കണ്ട് എപ്പിസോഡ് മുന്നോട്ട് പോകണല്ലോ. അതിന് പറ്റിയ എന്താ സാധനം ഉണ്ട് എൻ്റെ അടുത്ത്? അത് ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് ആണല്ലോ. അത് ഭയങ്കര വെറൈറ്റി ആണല്ലോ, കേരളത്തിൽ ഇല്ലാത്തൊരു സാധനമാണല്ലോ മിമിക്രി ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ 2 ആൾക്കാർ ഒരു കൈ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഒരു 3 മിമിക്രി ആർട്ടിസ്റ്റുകളെ തലയെങ്കിലും ഇടയിൽ കൊടുക്കും. അത്രയധികം ഉണ്ടാവും ഇവിടെ ആൾക്കാർ. സാറേ ഞാൻ അതിലും വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് സംഭവം എന്ന് പറഞ്ഞാൽ ശബ്ദാനുകരണം, നടന്മാരെ ശബ്ദമൊന്നുമല്ല, ഞാൻ കുറച്ച് ഗായകന്മാരുടെ ശബ്ദം ഞാൻ സാറിന് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. പാട്ടുകാര സൗണ്ട് പാടും. പാടുപെടുവോ? ഇല്ല, ഞാൻ പാടും. എന്നാ ആരാ ആദ്യം പാടാൻ പോണ? ആദ്യമായിട്ട് ഞാൻ പാടാൻ പോകുന്നത് ജാസി ഗിഫ്റ്റ്. അന്നൊന്ന് പാടട്ടെ. ശരി, മൈക്കാ ഇതൊക്കെ ആയിട്ട് വന്നിക്കല്ലേ? പാടിക്കോ. മൈക്കല്ലേ ശരിയാവില്ല, അതുകൊണ്ടാ പാടാം. അന്നക്കിളി നീ എന്നിലെ വർണ്ണക്കനവേറി വന്നു, കന്നിക്കിളി നീ എന്നിൽ പൊന്തൂവൽ വീശി നിന്നു. അന്തിക്കടവത്തെ അമ്പിളിക്കൊമ്പിൽ കള്ളിക്കുയിലായി നീ പാടി, തുള്ളിത്തിരതുള്ളും തുള്ളാരക്കാറ്റിൽ മാനായി നറിമാനായി മാറി. അന്നക്കിളി നീ എന്നിലെ വർണ്ണക്കനവേറി വന്നു, കന്നിക്കിളി നീ എന്നിൽ പൊന്തൂവൽ വീശി നിന്നു. ഉസാറായിക്കണ്. ഞാൻ വിചാരിച്ച മാതിരിയല്ല, അത്യാവശ്യം ഒരു മുതൽ എന്റെ കയ്യിലുണ്ട്. കഴിഞ്ഞില്ല. ഇനി കഴിഞ്ഞ അടുത്ത ഇനി അഫ്സലാണ്. അഫ്സൽ അങ്ങോട്ട് തിരിഞ്ഞെന്ന് പറയടോ. ലോഡ് തുപ്പലായിട്ട് ഇങ്ങോട്ട് പോന്നിക്ക. അത് പറയാൻ അറിയില്ല. പിന്നെ ഈ അഫ്സൽ ഏത് പാട്ടാണ്? അഫ്സലിന്റെ രാക്ഷസി. ഈ വെറുതെ എന്റെ പെണ്ണുങ്ങളെ ഓർമ്മിപ്പിക്കല്ല. എന്നാലും വേണ്ടില്ല, പാടിയോട്. എൻ കരളിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി, സമ്മതമായി ചേർന്നു നിന്നാലും മതരാം രാക്ഷസി. എൻ കരളിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി, സമ്മതമായി ചേർന്നു നിന്നാലും മതരാം രാക്ഷസി. തുടക്കമിട്ടില്ലേ ഒന്നേ അടുത്തു വന്നു നീ നിന്നാട്ടെ, തിടുക്കം എന്താണ് നിന്റെ നിഴലളക്കണതെന്താണ്?
തരാം രാക്ഷസി സമ്മതമായി ചേർന്നു നിന്നാൽ ഉമ്മ തരാം രാക്ഷസി. ആ ഞാൻ വിചാരിച്ച മാതിരിയല്ലടാ, എനിക്ക് നന്നായിട്ട് ചെയ്യണ്ട്. കഴിഞ്ഞല്ലോ അല്ലേ? കഴിഞ്ഞില്ല സാറേ, ഇനിയുണ്ടോ? ഇനിയുണ്ടല്ലോ. ഇനി ഏതാണ്? ഇനി മാർക്കോസ്. അരെ മാർക്കോസ് പഴയ പാട്ടുകാരെ, പക്ഷെ ഒരു മാപ്പിള പാട്ടാ പാടുന്നത്. ആയിക്കോട്ടെ, പാടിക്കോ. ഓക്കെ. പാനില പുഞ്ചിരി തൂകുമാ സുന്ദരി പേരെഴും ഊറി പൂമകൾ ഫാത്തിമ പുരുഷയേറിടും വാഹകൻ കൺമണി പൂരിതാനൂറ് പൂമകൾ ഫാത്തിമ പാരിലേ നാരിമ ആകെയും മാതൃക പാരിലേ നാരിമ ആകെയും മാതൃക പൂവിയാൾ ഹാർഷിൻ പൂവിതൽ ഫാത്തിമ. കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞില്ല. ഇനിയുണ്ട്. ഇനിയുണ്ടോ? ആരാണ്? ഇനി നമ്മുടെ ചിരിക്കുട്ടെ. 10,000 ഒരു 10,000 ഉറുപ്പിക. എന്നാ പിന്നെ അതായിട്ടില്ലാണ്ടാക്കണ്ട. ആയിക്കോട്ടെ. ചെയ്തോ. മഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ തോർക്കാൻ മാരിവില്ലൊളി വീടലിഞ്ഞൊരു രാഗമാലിക ചൂടാൻ ഇതളിതളായെന്നുള്ളിൽ പതിയെ വിടർന്നൊരു ഭാവുകമരുള പൂനിലാമഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാൻ മാരിവില്ലൊളി വീണലിഞ്ഞൊരു രാഗമാലിക ചൂടാൻ. എന്താണ് കോയിന്റെ ശബ്ദം നിങ്ങൾക്ക്? ഗംഭീരായിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. താങ്ക് യു. കഴിഞ്ഞല്ലോ? കഴിഞ്ഞില്ല, ഇനിയുണ്ടോ? ഇനിയുണ്ട്. ആരാണ്ടോ? ഇനി അടുത്തത് നമ്മളെ വിഷ്ണുമോഹൻ. നമ്പൂരിയാ? അമ്പൂരിയല്ല, മോഹൻ സിത്താറിന്റെ മോനാ. ആര്? മറ്റേ സക്കറിയുടെ ഗർഭിണികൾ എന്ന സിനിമയിലെ പാട്ട്. എന്തെന്ന്? സക്കറിയുടെ ഗർഭിണികൾ. ആ പേരിൽ തന്നെ ഒരു വലിയ പെശകുണ്ടല്ലോ ചങ്ങായിയെ. അതെ. ഒരാളെ ഭാര്യ നമുക്ക് ഗർഭിണി എന്ന് പറയാം. ഗർഭിണികൾ എന്ന് പറയുമ്പോ ഈ ആളത്ര വെടിപ്പല്ലല്ലോ സക്കറി അല്ലേ? സക്കറി എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളോട് ചൂടായിട്ട് എന്താ കാര്യം? എന്തായാലും ഈ പാട്. അതിലെ പാട്ട് പുതിയ ആളാ? പുതിയ ആളാ. പാടിക്കോ. വെയിൽ ചില്ല പൂക്കും നാളിൽ കളി തൊട്ടിലാടി കിളി വന്ന് പാടിയ രാഗം രാരീരം രാരോ അത് മനമാകെ നിറഞ്ഞേ രാരീരാരോ ഈണമായി കിലും കിലും താളമായി കണ്ണെ നിന്നെ കാണാൻ വന്നതാണോ ഓരോ കടകഥകളായി കാണാം പല മുഖങ്ങളായി പേരും മറുതീരം ദൂരെ ദൂരെ കഴിഞ്ഞു. ഇപ്പൊ കഴിഞ്ഞു. കുറ്റം പറയാൻ പറ്റൂല, ഗർഭിണികൾക്ക് പറ്റിയ പാട്ടാ. എന്താ സാറേ? അല്ല, ഇത് പാടിക്കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേഷൻ്റെ ആവശ്യമില്ലല്ലോ, സുഖപ്രസവമായിരിക്കല്ലോ. അമ്മാതിരി ബുദ്ധിമുട്ടുള്ള പാട്ടല്ലേ. അപ്പൊ എന്റെ ഇതെല്ലാം കഴിഞ്ഞ് അല്ലേ? എന്റെ പ്രകടനം കഴിഞ്ഞ്. അല്ല മോനെ, ഞാൻ അറിയായിട്ട് ചോദിക്കുക, ഇതിപ്പോ ഒരു എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കാം, ബാക്കിയുള്ള എപ്പിസോഡ് എന്ത് ചെയ്യും? ഈ ബാക്കിയുള്ള എപ്പിസോഡ് ഞാൻ എന്ത് ചെയ്യുന്നു? ശരി, അത് ചോദിക്കാൻ ഈ നേരം വെളുക്കുമ്പോ 8:30 മണിക്ക് ഇങ്ങോട്ട് വന്ന വേറെ സംഭവം ഉണ്ടല്ലോ. എന്താണ്? ഞാൻ മാത്രല്ല, നമ്മൾ ടീമായിട്ടല്ലേ പരിപാടി അവതരിപ്പിക്കുന്നത്. എനിക്ക് ടീമും ഉണ്ടോ? ടീമുണ്ട്. ടീം ഞങ്ങളിതാ പരിപാടിന്റെ ടീമുണ്ട്, അതുപോലെ തന്നെ ഒപ്പം നമ്മുടെ വാർപ്പിന്റെ പണിയുണ്ട്. വാർപ്പിന്റെ പണിയുണ്ട്, കോൺക്രീറ്റിന്റെ പണിയും. എന്നാ പിന്നെ അതിന് പോയാ പോരെ ചങ്ങായി, എങ്ങോട്ട് വരേണ്ട വല്ല കാര്യം? അതല്ലാന്ന്, അതിൽ മിമിക്രിക്കാരുണ്ട്. എ ടീമിൽ 70 ആൾക്കാരുണ്ട്, ബി ടീമിൽ 40 ആൾക്കാരുണ്ട്. അപ്പൊ പരിപാടിക്ക് കൈയടിക്കാനുള്ള ആൾക്കാർ നിങ്ങളെന്നെ കൊണ്ടുപോല? അല്ല, മൊത്തത്തിൽ പോലോ. പരിപാടിക്ക് അനുസരിച്ച് ഞാൻ ഡിവൈഡ് ചെയ്ത് 5 ആക്കും 8 ആക്കും 10 ആക്കും അങ്ങനെ പോലെ. അല്ല, ഈ വാർപ്പിന്റെ പണിയായിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണോ? എന്താ വെറൈറ്റി? എന്താണ് വെറൈറ്റി? ഉണ്ട്, അതിലൊരു ബംഗാളി മിമിക്രിക്കാരനുണ്ട്. ആര്? ബംഗാളി മിമിക്രിക്കാരെ. ബംഗാളി മിമിക്രി ഒന്നും ചെയ്യൂല, ഈ വേറെ ആരോടും പോയി പറയാൻ കഴിയും. ബംഗാളി മിമിക്രി ചെയ്യലെന്ന് നിങ്ങൾക്ക് എന്താ? ബംഗാളി മിമിക്രി ചെയ്യലാന്ന് പറഞ്ഞൊരു പുച്ഛോ? ആ പുച്ഛം തന്നെയാ. എന്തിനാ ഞങ്ങൾ പുച്ഛിക്കുന്നത്? ഇവിടെ ബംഗാളി എടുക്കാത്ത പണി എന്തെന്നാ ഉള്ളത്? എന്താണ്? ഇവിടെ റോഡ് പണി, ബാർബർ ഷോപ്പ്, അതുപോലെ തന്നെ ബ്യൂട്ടി പാർലർ, ഹോട്ടൽ പണി, എല്ലാ പണിയും ബംഗാളി എടുക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണ്, പക്ഷെ ബംഗാളി മിമിക്രി കളിക്കുന്ന ഞാൻ സമ്മതിക്കൂല അങ്ങയ്യേ. നിങ്ങൾ സമ്മതിച്ചേ പറ്റൂ.
നിങ്ങൾ ഓല കാര്യത്തിൽ ഒരു കാര്യത്തിൽ ഒന്നും അല്ല പേടിക്കണ്ട. ഞാനതല്ല മാത്രല്ല ഇങ്ങനെയുള്ള ടീമൊക്കെ വന്നു കഴിഞ്ഞാല് ഇവർക്ക് ഇപ്പൊ താമസ സൗകര്യം കൊടുക്കണം, ഭക്ഷണമൊക്കെ കൊടുക്കണ്ടേ, വലിയ ചെലവല്ലടോ. താമസ സൗകര്യം ഒരു എവിടെയെങ്കിലും ഒരു വീട് വാർക്കുന്നുണ്ടോ അവിടെ അതിന്റെ അടുത്തൊരു ഒരു താർപ്പായി വലിച്ചു കെട്ടി കൊടുത്താൽ മാത്രം മതി. അവിടെ കിടന്നുറങ്ങിക്കോളൂ. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വേറെ ഒന്നും വേണ്ട. ഒരു 2 കിലോ ഉള്ളിയും അതുപോലെ തന്നെ ഒരു 10-15 പൊറാട്ട രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണി അങ്ങ് എടുത്തോളൂ. ഒറിജിനലായിട്ട് ചെയ്യോ? അടിപൊളിയായി. നല്ലതാണോ? അടിപൊളിയാ. എന്നാ ഒരു കാര്യം ചെയ്യ്, അനക്ക് അത്ര വിശ്വാസം ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കുമ്പോ നോക്കാം. ഓക്കെ. വരാൻ പറ. രാം സിംഗ് उशीर झायला कामावर जायला उशीर झायला बघतोय रिक्षावाला ग वाट माझी बघतोय रिक्षावाला बघतोय रिक्षावाला ग वाट माझी बघतोय रिक्षावाला बघतोय रिक्षावाला മതി ബസ് കോൺക്രീറ്റ് അല്ല മിമിക്രി കോൺക്രീറ്റ് ചെയ്യണമെന്ന് അവൻ ചോദിക്കണേ. അതല്ലാന്ന് ഇത് നമ്മളെ ചാനൽ ബോസാണ്. ആ ചാനലിന്റെ കയ്യാളാണ്, മേസ്തിരി അല്ലടോ, ചാനലിന്റെ മെയിൻ ആള്. MD അല്ല MD. അതൊക്കെ പോട്ടെ, നമ്മൾ മിമിക്രി അവതരിപ്പിക്കാൻ വന്ന അവിടെ മിമിക്രി. അപ്പൊ മോൻ മിമിക്രി അവതരിപ്പിച്ചോ. ഓക്കെ. ഈ ആദ്യം ഓനോടെ ചെവിട്ടിലുള്ള കുന്ത്രണ്ട് എടുക്കാൻ പറയും, വെറുതെ അല്ല ഇങ്ങനെ ഒച്ചയിടല്ലേ. എന്തെന്ന്? ഞാനിവിടെ പെട്ടിപ്പിടി കൊടുക്കാം. ഞാൻ കൊടുത്തോളൂ. അനക്കതിന്റെ പരിപാടിയാ. അല്ലാണ്ട് രക്ഷയില്ലല്ലോ, ഈറ്റയുടെ തീറ്റി പോരണ്ടേ. ഇതൊന്നും ചാനലിന് അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇല്ല, അയ്യോനോട് മിമിക്രി സാർ ഏത് വേണേ പറഞ്ഞു അവതരിപ്പിക്കും. എന്ത് മലയാള സിനിമ നടന്മാര് വേണം, നടിമാര് വേണം, ആര് വേണം? സിനിമാടന്മാർ ഒച്ചക്കുണ്ടോ? അച്ഛ വെള്ളം പോലെ അവതരിപ്പിക്കുവേ. ആണോ? പിന്നെ എന്നാ മലയാളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനുണ്ട്, തിലകൻ. തിലകന്റെ സൗണ്ട് അറിയിച്ചോ? തിലകന്റെ സൗണ്ട് ഏതാണെന്ന് അറിയാം. എടുക്കുക ചെയ്യാ. ഇവ കിരീടത്തിലെ ക്ലൈമാക്സ് രംഗം എടുക്കുക. ഉണ്ടല്ലോ, എടുക്കും. തിലകൻ. ഓന്റെ നാട്ടിലേക്കുള്ള ട്രെയിനിന്റെ കാര്യമല്ല അറിയുള്ളൂ. ലോകമാന്യ അതല്ല, തിലകൻ നടൻ. ഇരിക്കല്ലടോ. ഇവൻ എന്തിനാണ് ഫോണിന്റെ ആവശ്യം? ഇവിടുന്ന് സാധാരണ പറഞ്ഞാൽ തന്നെ ബംഗാളിൽ കേൾക്കാലോ. അത് എന്ത് വൃത്തികേടാണ്ട് കാണിക്കണം. തിലക മൂക്കിലാണ്ട് പഠിപ്പിച്ചു കൊടുത്തോ. കത്തിതാടാൻ നിന്റെ അച്ഛനാ പറയുന്നത്. കത്തിതാടാൻ ആണോ? അതാണ് ഇപ്പൊ പറഞ്ഞത്. അതെ. അപ്പൊ കൊഴപ്പില്ലല്ലോ അല്ലേ? മുതല് വേറെ ചെയ്യോ? വേറെ പറഞ്ഞോ. അങ്ങനെയാണ്. ആലുമൂടന്റെ ഒച്ച ഉണ്ടാക്കാൻ അറിയോ? ആലുമൂടൻ എടുക്കുമെന്നോ? അടിപൊളിയായിട്ട് എടുക്കലേ. ആണോ? ആലമൂടൻ അറിഞ്ഞൂടായിട്ടല്ല സാറേ. എന്താ പ്രശ്നം അറിയാം, പറഞ്ഞ് മനസ്സിലാക്കാൻ പണിയ ബംഗാളികളാ. എനിക്ക് എന്തായാലും ഹിന്ദി പറഞ്ഞ് മനസ്സിലാക്കാൻ മനസ്സിലായി മോനെ. അതായത് ആല് മൂലക്കൂര് എന്റെ അച്ഛന്. എടാ ഓനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഓന അതല്ലാണ്ട് വേറെന്താ പറയാ? മനസ്സിലാണ്ട്. ഓൾഡ് ആലമൂടൻ. ये वही नहीं कही आप जैसे कोई मेरी जिंदगी में आए तो बाश बन जाए. അല്ല ആലുമൂട ഹിന്ദി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അതൊന്നുമല്ല, അതേപോലത്തെ ഒരു സ്റ്റൈലില്ലേ? ഇപ്പം വലിയ ഏതോ അമ്പലത്തിലെ പൂജാരിയാണല്ലോ. അത് ഹെഡ്സെറ്റ് ആണ്. ഞാൻ വെച്ച പൂണൂര് തൂങ്ങി കിടക്കുകയാണ്. പപ്പു പറഞ്ഞു നോക്ക്. പിന്നെ പപ്പു തുപ്പാറല്ലടോ പപ്പു. പപ്പു എന്ന് പറയുമ്പോ തുപ്പൂന്നാ കേൾക്കണോ? കുതിരവട്ടം പപ്പു. കുതിരവട്ടം തുപ്പാൻ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇനി തുപ്പണ്ട. ഓൾഡ് കോമഡി പപ്പു. 2 കിലോമീറ്റർ പോയാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റും. മാറിക്കോട്. ബംഗാളിലെ തുപ്പല്.
കുത്തേക്ക് വെച്ച് ടാസ്ക് കുത്തേക്ക് വെച്ച് ആ വിളിച്ച എന്നെ ഉദ്ദേശിച്ചിട്ടാണോ കുത്തേക്ക് വെച്ചാന്ന് പറഞ്ഞാണോ? നിങ്ങളല്ല എന്നെ അയക്കും. അങ്ങനെ പറ. അല്ല ഇതൊക്കെ ഗംഭീരമായിട്ടോ ഞാൻ വിചാരിച്ച വരില്ല. മധുവിന്റെ ഒച്ച പഴയ മധുവില്ലേ? എടുക്കോ? അടിപൊളിയായിട്ട് എടുക്കോ? എടാ മധു കണ്ടോ? അതാണ് നമ്മളെ മലയാളികൾ കണ്ട് പഠിക്കേണ്ട ഒരു കാര്യമാണോ. പഴയ കാലത്ത് ഒരു നടനാ മധു എന്ന് പറഞ്ഞത്. മധു എന്ന് പറയുമ്പോഴേക്ക് കണ്ടോ ആ ബഹുമാനം കണ്ടോ, ആ ഒരു ആദരവ് കണ്ടോ, ഇയൊക്കെ കണ്ട് പഠിക്കേണ്ട സാധനമാണ്. ഞാൻ പഠിപ്പിച്ചതോ. അടിപൊളി. ശരി, ഇത് ചുണ്ടിനുള്ളിൽ വെക്കണം. ആ മധുവിന്റെ സാധനം കിട്ടാനില്ല. അതാ അവനെ കിട്ടിയാൽ അത്ര ബഹുമാനായി പോയി. ഞാൻ വിചാരിച്ചു വലിയ ആദരവല്ല. ചെമ്മീൻ ചെമ്മീൻ മധു ഇല്ല, തരാ എനിക്ക് പിന്നെ തരാ. മച്ചലി ആ ചെമ്മീൻ 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 അറിഞ്ഞിട്ട് ഞണ്ടാണല്ലോ വരുന്നത്. അത് ഇന്ത്യയിലും കർത്തമ്മ തന്നെയാ പറയാ. करतमा ये समुद्र की गा गा कर हृदय फंस कर मर जाऊंगी करतमा। मैं तुम प्यार करता हूँ करतमा। ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്തമ്മ. करतमा കർത്തമ്മ എന്റെ അമ്മ. അപ്പൊ ഇപ്പൊ സിനിമാ നടന്മാര് ഒച്ചൊക്കെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതല്ലേ? സിനിമാ നടന്മാര് മതി. ഉമ്മൻചാണ്ടിയിൽ ഒച്ച ഉണ്ടാക്കാൻ പറ്റുമോ? നമ്മുടെ മുൻ മുഖ്യമന്ത്രി ആടോ മോനെ അടുത്ത ഉമ്മൻചാണ്ടി. क्या ഉമ്മൻചാണ്ടി വീട്ടിലേക്ക് പോവാന്നോ? പോരാൻ വരുത്തി തരാം. ഇത് പ്ലാവനെ പച്ചലിനെ കാണിക്കുന്ന മാതിരി ഇങ്ങനെ വന്നോളൂ. അത് ശരി. ഉമ്മൻചാണ്ടി അതെന്താ ഇപ്പൊ എടുക്കാത്ത? വെറുതെ അല്ല ഓന്റെ ഇതൊക്കെ നിർത്തി ഉമ്മൻചാണ്ടി, അതുകൊണ്ട് അത് പറ്റൂലെന്ന് അറിയണേ. എന്നാ പിന്നെ ഓൻ ഒരിക്കലും പറ്റാത്ത ഒരാളെ സൗണ്ട് തന്നെ പറയാം. സന്തോഷ് പണ്ഡിറ്റ്. സന്തോഷ് പണ്ഡിറ്റോ? അടിപൊളിയായിട്ട് എടുക്കൂലേ? ഒന്ന് ചെയ്യാൻ പറ. സന്തോഷ് പണ്ഡിറ്റ്. സന്തോഷ് പണ്ഡിറ്റ്. चाकू में सीधे चापो कर पानी निन्ना काढची तारा नहीं कांग्रेस पार्टी पानी चोर चौड़ी मारता टेंडी आमची അല്ല മോനെ, ഇതൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഓനെ എവിടുന്ന് പഠിച്ചതാ ഈ തെറിവിളി? അത് ഞാൻ പണിയുള്ള സൈറ്റിൽ നിന്ന് ഓനെ അങ്ങോട്ട് വിളിക്കുന്ന ഇപ്പൊ തിരിച്ചു വിളിച്ചാ. ഇപ്പൊ എനിക്ക് മനസ്സിലായില്ല, കൊടുത്താല് കൊല്ലത്തും കിട്ടുന്നുള്ളത്. അല്ല, സന്തോഷ് പണ്ഡിറ്റിന്റെ ഒച്ച ഉണ്ടാക്കാൻ പറഞ്ഞ ഓൻ ഇത്രയും വലിയ ദേഷ്യം പിടിച്ചേ. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഓൻ വിവരമില്ലാത്തവനല്ല. ഏതൊക്കെ തള്ളണം ഏതൊക്കെ കൊള്ളണം എന്നുള്ള കാര്യത്തിൽ ഓന് കറക്റ്റ് ആയിട്ടുള്ള വിവരമുണ്ട്. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഇവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയ ചെലവില്ല, താമസിക്കാൻ വലിയ സൗകര്യങ്ങളൊന്നും കൊടുക്കണ്ട, ഭക്ഷണത്തിനും അത്ര ചെലവൊന്നും വേണ്ട. അപ്പൊ ഉഗ്ര ഉജ്ജ്വലത്തിന്റെ അടുത്ത സീസണില് മലയാളിയായി അന്നെ അങ്ങോട്ട് ഔട്ടാക്കിയിട്ട് ബംഗാളിയായ ഓൻ ഇങ്ങോട്ട് ഇന്നാക്കിയാലോ എന്നുള്ളത് എന്റെ തീരുമാനം. അതെന്ത് പണിയാ സാറേ? അതെന്ത് പണിയാന്നോ? എടാ, ഇതാണ് പറഞ്ഞ മലയാളി ഇരിക്കേണ്ട അടുത്ത് മലയാളി ഇരുന്നില്ലെങ്കിൽ അവിടെ ബംഗാളികൾ കയറി ഇരുന്ന് നിരങ്ങുന്നു. മനസ്സിലായ എന്റെ സാറേ? Before you